Gracias pues, tío.
അത് കഴിഞ്ഞിട്ട് പിന്നെ മൂസമാരിപ്പണി ചെറുതായിട്ട് സംസാരിക്കുന്നല്ലോ മൊബൈലുള്ള ഞാൻ വിളിച്ചോളാം. ചിറക് വിടർത്തിയും ഒതുക്കിയും പറക്കുന്ന പക്ഷികളെ അവരോട് ചോദിക്കുക, നിങ്ങളുടെ ജലാശയങ്ങളിലെ വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോയാൽ വരൂല
അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടെ നമുക്ക് അള്ളാഹു താല സമ്മാനമായി തന്ന മനോഹരമായ പള്ളിയുടെ ഉദ്ഘാടനം ഇവിടെ മൗലവിമാരെല്ലാം സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തെയും മൗലവി അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن إنا أنزلناه قرآنا عربيا لعلكم تعقلون. هذا القرآن وإن كنت من قبله لمن الغافلين. يا أبت إني رأيت 11 كوكبا إني رأيت 11 كوكبا والشمس والقمر. بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا. إن الشيطان للإنسان عدو مبين. الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق. إن ربك عليم
വിദ്യാഭ്യാസ മന്ത്രി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിനും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അൽ ഉസ്താദ് BM മൂസ മൗലവി, അൽഹാജ് കോയ മൗലവി, അൽഹാജ് ചുഴലി അബ്ദുള്ള മൗലവി, അൽ ഉസ്താദ് നൂഹ് മൗലാന, ഓഫീസ് PH അബ്ദുൽ ഗഫാർ മൗലവി, ശ്രീ ബി വിജയകുമാർ MLA, വർക്കല കഹാർ MLA, ശ്രീ സുശീലൻ സർ, സ്ഥാനിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ സ്വാഗതം പറയുന്നു. പള്ളി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ തൊഴിലാളി സഹോദരങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കാനും തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദ് എന്ന പേരിൽ 2 നിലകളുള്ളതും ഉദ്ദേശം 1500 പേർക്ക് നമസ്കരിക്കാൻ തക്ക സൗകര്യമുണ്ടാക്കി പൂർണ്ണ മസ്ജിദാക്കി നിർമ്മാണം പൂർത്തിയാക്കി പള്ളി പ്രവേശനത്തിൽ സജ്ജമാക്കാൻ പരമകാരുണ്യവാനായ നാഥന്റെ അപാരമായ അനുഗ്രഹത്താൽ സാധിച്ചു. 50 പേർക്ക് മാത്രം കഷ്ടിച്ച് നമസ്കരിക്കുവാൻ കഴിയുമായിരുന്ന തക്കാപ്പള്ളിയുടെ പഴയ അവസ്ഥ ദീനീ സ്നേഹികൾക്ക് വളരെയധികം വേദനാജനകമായിരുന്നു. ഒരു പുതിയ പള്ളിക്ക് രൂപം കൊടുക്കണമെന്നും അതിനായി ഓരോരുത്തരും മനസ്സിൽ പല ആഗ്രഹങ്ങൾ നിറച്ചു വച്ചിരുന്നു. ആ ദീനീ ബന്ധം നിലനിൽക്കെ PMS ഇസ്മായിൽ ഹാജിയുടെ നേതൃത്വത്തിൽ 36 ദീനീ സ്നേഹികൾ ചേർന്ന് പള്ളിയുടെ തൊട്ടടുത്തുള്ള 10 സെന്റ് സ്ഥലം പള്ളിക്ക് വേണ്ടി വാങ്ങി വഖഫ് ചെയ്തു. അതിനുശേഷം ജനറൽ ബോഡി കൂടി 40 പേരടങ്ങുന്ന ഒരു സംഘത്തെ മസ്ജിദ് പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ആ കമ്മിറ്റി യോഗം ചേർന്ന് അൽഫ അബ്ദുൽ ഖാദർ ഹാജിയെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാനും പള്ളി പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ഹാജി മുഹമ്മദ് ബഷീർ സെക്രട്ടറി, ഹാജി അബ്ദുൽ ലത്തീഫ് എഞ്ചിനീയർ ജനറൽ കൺവീനർ കൺസ്ട്രക്ഷൻസ്, ഹാജി ആബാദ് അബ്ദുൽ ലത്തീഫ് സേഠ് ജനറൽ കൺവീനർ ഫൈനാൻസ്, ഹാജി മഹറാജ് ഷാഹുൽ ഹമീദ് കൺവീനർ, ഹാജി മുഹമ്മദ് ഇലിയാസ് ട്രഷറർ എന്നിവരെ നിർമ്മാണത്തിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. മൗലവി നേതൃത്വം നൽകി. ചെയർമാനും പ്രസിഡന്റുമായ അൽഫ അബ്ദുൽ ഖാദർ ഹാജിയുടെ സുത്യർഹവും നിഷ്ഠൂരമായ ദീനീ സേവന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇഹപര ജീവിത വിജയത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്നും കൈമുതലില്ലാതെ, ഒരു പ്രവർത്തന ശൃംഖല പോലുമില്ലാതെ, ഒരു ജമാഅത്ത് പോലുമില്ലാതെ പലരിൽ നിന്നും പിരിച്ചെടുത്ത സംഭാവനകൾ കൊണ്ട് വെള്ളി നക്ഷത്രം പോലെ നമ്മുടെ മുന്നിൽ മിന്നിത്തിളങ്ങുന്ന ഈ സെൻട്രൽ ജുമാ മസ്ജിദ് സംഭാവന ചെയ്ത ഓരോ പൈസയും അല്ലാഹു ജാരിയായ സദഖയായി സ്വീകരിക്കട്ടെ എന്നും അതിന് സന്മനസ് കാണിച്ച എല്ലാ ദീനീ സ്നേഹികളുടെയും MLA-മാരായ വിജയകുമാർ MLA, വർക്കല കഹാർ MLA, ബഹുമാനപ്പെട്ട ചീഫ് ഇമാം അൽഹാജ് ചുഴലി അബ്ദുള്ള മൗലവി അവരുടെ, ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി ഇമാം തിരുവനന്തപുരം വലിയ പള്ളി അവരുടെ, പ്രിയമുള്ള ബഹുമാന്യനായ P. സുശീലൻ മുൻ റിഡ ചെയർമാൻ അവരുടെ, ബഹുമാനപ്പെട്ട ഡോക്ടർ അഹമ്മദ് പിള്ള, ജനങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഒക്കില്ല, അന്ന് കുറച്ചുകൂടെ വിശാലമായ ഒരു പള്ളിക്ക് രൂപം നൽകണമെന്നും നിർദ്ദേശമുണ്ടായി. അതനുസരിച്ച് വീണ്ടും എല്ലാവരും കൂടെ അവിടുത്തെ അബൂബക്കർ സാറ് വേറെ 1-2 പേര് കൂടി ഈ ആർക്കിടെക്ട് ഗോപാലകൃഷ്ണൻ വന്നാൽ ഒരുപാട് ദൂരാവുമെന്നും വലിയ പ്ലാൻ ആവുമെന്നെല്ലാം ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹജ്ജിന് പോയപ്പോൾ ബഹുമാനപ്പെട്ട കോയ മൗലവി അദ്ദേഹത്തിൻ്റെ തെൽമീദുകൾ അവിടെ ജോലി ചെയ്യുന്ന പലരെ കണ്ടും ഹിദായത്തുൽ ഇസ്ലാം അറബി കോളേജിന്റെ പല ആവശ്യങ്ങൾക്കായി സംഭാവന പിരിച്ചപ്പോൾ ഇവിടെ പലരെയും കണ്ട് 1 ലക്ഷം, 2 ലക്ഷം, 6 ലക്ഷം, 10 ലക്ഷം, 1000, 300 ഇങ്ങനെ സംഭാവനകൾ എഴുതി വെച്ച് പള്ളി ഏതായാലും പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. വിറയലോടുകൂടി വിഷമത്തോടുകൂടി ഞാൻ എന്തായാലും
ഇവിടുത്തെ സീനിയർ പൗരനായ ബഹുമാനപ്പെട്ട നല്ല വിധത്തിൽ പണി നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ റബ്ബിന്റെ തൗഫീഖുകൊണ്ട് അന്നുപെട്ട സാധനങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ പണി തുടരുകയും അങ്ങനെ പ്രവർത്തനവും കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കി എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇവിടെ സാമ്പത്തികമായി ഒരിതില്ല, ഒരു പ്രവർത്തിക്കുന്നതിന് ഒരു സംഘടനയില്ല, ജമാഅത്തില്ല. ആരുടെ പൈസ വാങ്ങിക്കുന്ന ഒരു നല്ല രൂപ ചെലവാക്കിയ പള്ളിയാണിത്. ഷംസുദ്ദീൻ എന്നൊരാള് ഇവിടെ നിന്ന് നല്ലത് കിട്ടാൻ വേണ്ടി ഗുജറാത്തിൽ പോയി അവിടെ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. അത് ഉദ്ദേശിച്ച ഗുണം ചെയ്തില്ലെങ്കിലും താഴെയുള്ളതെല്ലാം അദ്ദേഹം വളരെ പാടുപെട്ട് നമുക്കായി താഴത്ത് തരികയും സംബോധന ചെയ്തതാണ്. പിന്നെ മുതലാക്കി നമുക്ക് നോമ്പ് തുറക്കുന്നത് വളരെ ദയനീയ സ്ഥിതിയിലായിരുന്നു. അപ്പൊ ഈ ബഹളത്തിനിടയിൽ തന്നെ സാമ്പത്തിക കുടുക്കിൻ്റെ ഇടയിൽ തന്നെ ഒരു 4 സെന്റ് സ്ഥലം വാങ്ങി അതിൽ മുഴുവനായി ഒരു ഷെഡ് കെട്ടുകയും അതിൽ ഫർണിച്ചർ ഇടുകയും ഇപ്പൊ ഇൻഷാല്ലാ നോമ്പ് തുറക്കാൻ വളരെ കഴിഞ്ഞ കൊല്ലം മുതൽ വളരെ സന്തോഷമാണ്. അവിടെ ഇരുന്ന് നോമ്പ് തുറന്ന് റാഹത്തായിട്ട് നോമ്പ് തുറന്ന് എല്ലാം പോകാനുള്ള ഒരു ഉണ്ടായി. ഇനി ഇൻഷാല്ലാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലുണ്ട്. വരും കമ്മിറ്റികളിൽ ഇരിക്കാനുള്ള സാധ്യതയോ ഇതോ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ മണക്കാടിനെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത്ര ഭംഗിയായ ഒരു പള്ളി ഇല്ലാന്ന് നമ്മൾ ചെയ്യിച്ചുകൊണ്ടോന്ന് അറിഞ്ഞില്ല. ഇത്ര ഭംഗിയുള്ള ഒരു പള്ളി ഉണ്ടോന്ന് അറിഞ്ഞൂടെ. എത്ര സൗകര്യപ്രദമായി റോഡിലുണ്ടായി മറ്റുള്ളവർക്ക് തൃപ്തികരമായി ഒരു പള്ളി ഉണ്ടാക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ഇതിനെ സഹായിച്ച എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും ചെയ്യട്ടെ എന്നും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി അൽ മസാജിദു ലില്ലാഹ്, ഒരു സ്ഥലത്ത് അൽ മസാജിദു ലില്ലാഹ്, പള്ളിയെല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് തന്നെ. അതിനുള്ള ഒരു ദിവസവും കൂടിയാണല്ലോ ഇന്ന്. അപ്പോൾ അൽഫ അബ്ദുൽ ഖാദിർ ഹാജി സാഹിബ് അവർ വളരെയധികം കഷ്ടപ്പെട്ടു. അവിടെ ഓടി ഇവിടെ ഓടി, എവിടെ നല്ല സാധനം കിട്ടും, നല്ല തേക്ക് എവിടെ കിട്ടും എന്നൊക്കെ ഓടി തെരഞ്ഞ് വളരെയധികം യാത്ര ചെയ്തൊക്കെ കണ്ടുപിടിച്ച് അതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു പൊരുത്തത്തിൽ അതെല്ലാം അത് സാധിച്ചിരിക്കുകയാണ്. അതിന്ന് സാധ്യതപ്രായമായിരിക്കുക. ആ പള്ളിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. പക്ഷെ ഈ പള്ളി ഇങ്ങനെയൊക്കെ ആക്കിയാലും ഈ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആള് ഇല്ലെങ്കിൽ അതൊരു അനൗചിത്യ. എനിക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. അള്ളാഹു അവരെല്ലാം കാക്കട്ടെ. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ദീനിന്റെ പേരിൽ ഈ പള്ളി അള്ളാഹുവിന്റെ വജീഹിന് വേണ്ടി ഉണ്ടാക്കി എന്ന നല്ല പേര് അദ്ദേഹത്തിന് ഇൻഷാ അള്ളാഹ് മരണം വരെയും മരണശേഷവും കൊടുക്കുന്നതിനും കിട്ടുന്നതിനും അള്ളാഹു അവസരം കൊടുക്കട്ടെ. പിന്നെ പള്ളിയൊക്കെ പണ്ടുണ്ടായി. അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് പള്ളി ഉണ്ടായി, അമവി ഖലീഫമാരുടെ കാലത്ത് പള്ളി ഉണ്ടായി. ധാരാളം പണമൊക്കെ അവർ ആർജിച്ചപ്പോൾ ആ ആർജിച്ച പണത്തിന് ഒത്തവണ്ണം തന്നെ വലിയ വലിയ പള്ളികളെല്ലാം നിർമ്മിച്ചു. ഡോക്ടർ ഇഖ്ബാൽ, അല്ലാമ ഇഖ്ബാൽ റഹിമഹുല്ല ഈ സംഭവത്തെ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഷക്വ അവർ ജവാബ ഷക്വ എന്നൊരു ചെറിയ ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, മസ്ജിദേ മർസിയ ഖാ ഹേ കെ നമാസി ന രഹേ, മസ്ജിദേ മർസിയ ഖാ ഹേ കെ നമാസി ന രഹേ, യാനി വോ സാഹിബ് ഔസാഫ് ഹിജാസി ന രഹേ. ഇത് ഡോക്ടർ ഇഖ്ബാൽ പറഞ്ഞതാ. പള്ളി വിരമിക്കുകയാണ്. നല്ല പള്ളി, അന്തസ്സായ പള്ളി, കോടിക്കണക്കിന് പണം മുടക്കിയ പള്ളി കൊള്ളാം. പക്ഷെ ആ പള്ളി വിരമിക്കുന്നു. നമാസീനറഹേ, ഇവിടെ കയറി നിസ്കരിക്കാൻ ആളില്ല. ഗുണങ്ങളൊന്നും ഇന്നത്തെ ഈ മുസ്ലിമീങ്ങൾക്ക് ശേഷിക്കുന്നില്ല. പള്ളി ഉണ്ടാക്കും,
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അൽഫ അബ്ദുൽ ഖാദർ ഹാജിയെ ആ കൂട്ടത്തിൽ പെടുത്താതെ അള്ളാഹിൻ്റെ വജഹിന് വേണ്ടി തന്നെ ഈ തിരിമറിച്ചിലും ഈ അധ്വാനവും ഈ ഓട്ടവും ചാട്ടവും എല്ലാം അള്ളാഹു അറിയുന്നവനായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ശകലമെങ്കിലും ഇഖ്ലാസ് അതിലുണ്ടെന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ നല്ല മനുഷ്യനാണ്. വളരെയധികം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ പള്ളിയെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണെന്ന് റബ്ബ് സാക്ഷ്യം നൽകുന്നു. ഏറെ ഇരട്ടിയായി ഈ അദ്ദേഹത്തിന്റെ ആ ആവേശവും അദ്ദേഹത്തിന്റെ ആ വഴികാട്ടി കൊടുക്കലും ഒക്കെ കാണുമ്പോൾ ഈ മുസ്ലിമുകൾ പിശുക്കന്മാരാണ് ധരിച്ചാക്കുന്നത്. അപ്പൊ മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള പണം പള്ളിക്ക് വേണ്ടി ചെലവാവട്ടെ എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അത് നല്ല കാര്യമാണ്. ഇവരും ഒക്കെ അത് സമ്മതിച്ചത് അൽഫ അബ്ദുൽ ഖാദർ. അതുകൊണ്ട് ഒരു വിധത്തിലും നമ്മ ഇന്ന് പിന്നോക്കമല്ല. പക്ഷേ പള്ളി ഉണ്ടാക്കുന്ന വിഷയത്തിലും പിന്നോക്കമല്ല, വളരെ ആവേശത്തിലാണ്. പക്ഷേ നിക്കരിക്കാൻ ഞാനും ഈ രീതി ഉണ്ടാകും. നിങ്ങളിപ്പോ ഈ റമദാൻ ഒരുപക്ഷെ നല്ല ആദ്യത്തെ ഇതല്ലേ, അപ്പൊ നല്ല ആവേശത്തോടെ ഒക്കെ വന്ന് കൂടി നിസ്കരിച്ചേക്കും. അടുത്ത കൊല്ലം കഴിയുമ്പോൾ പകുതി ആളുണ്ടാവില്ല, അതിന്റെ അടുത്ത കൊല്ലം കഴിയുമ്പോൾ 3 ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള നിലപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് വേണ്ടി, പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പുകഴ്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ പ്രശംസിക്കുന്നതിന് വേണ്ടിയോ അല്ല, അല്ലാഹുവിന്റെ വജഹിനെ ലാക്കാക്കി ഏതെങ്കിലും ഒരു മുസൽമാൻ ഒരു പള്ളി ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയി. യഥാർത്ഥത്തിൽ മനപ്രയാസമുണ്ട്. പരീത് കുഞ്ഞു മൗലവിയും ബഹുമാനപ്പെട്ട സൈലാത്തില്ലപ്പയും ആണ്. പരീത് കുഞ്ഞു മൗലവിക്ക് ഇന്ന് ഒട്ടും ആരോഗ്യപരമായി വരാൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട സൈലാത്തില്ലപ്പ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഓരോ ഓടി നടന്ന് എനിക്ക് തോന്നുന്നു 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കടയിൽ പോയിട്ട് ഇവിടെ തന്നെ ഇരുട്ട വെളുക്ക എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ രംഗം ഈ വിധത്തിലാക്കാൻ അദ്ദേഹം നല്ല വിധത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ മാഹീൻ എന്നൊരാൾ, ആ മാഹീനും നല്ല വിധത്തിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്ന ആളാണെങ്കിൽ നല്ല വിധത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു അർഹിക്കുന്ന കൂലി കൊടുക്കട്ടെ. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എഴുതി കൊണ്ടുവയ്ക്കാൻ ശ്രമിച്ച മണക്കാട് നാസർ, നമ്മൾ അസിസ്റ്റന്റ് ജോയിന്റ് ജനറൽ കൺവീനർ മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിനായി മണക്കാട് നാസർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം നല്ല വിധത്തിൽ പ്രവർത്തിച്ചു. അവർക്കെല്ലാം അള്ളാഹു ആഗ്രഹിക്കുന്ന കൂലിയോട് അർഹിക്കുന്ന കൂലി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാൻ സമയമായിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ റിട്ടയർഡ് ചെയർമാൻ സുശീലൻ സാറിനെ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളു. ശ്രീ അബ്ദുൽ ഖാദർ ഹാജി, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മത പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തികൾ, ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പ്രദേശത്ത് മണക്കാട് ഇത്തരം ഒരു മകൾ സ്ഥാപനം പണിതുയർത്താൻ കഴിഞ്ഞതിൽ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും, നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാലഘട്ടത്തിൻ്റെ സവിശേഷതയായിരുന്നു. അതിനുശേഷം ഇസ്ലാം മതം, എനിക്ക് ആ മതവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള പഠനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇസ്ലാം മതം സാധാരണ മനുഷ്യൻ്റെ ലളിതമായ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന, അതിനനുസരണമായ വ്യവസ്ഥകൾ അടങ്ങിയിട്ടുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ പരിസരത്തു നിന്നും അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ നമ്മുടെ സമൂഹത്തിൽ, ലോകത്താകമാനം ഇസ്ലാം മതം വ്യാപിക്കാൻ തുടങ്ങി.
ഇന്ന് ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1/3 മുസ്ലിങ്ങളായിരുന്നു. ഇന്ന് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ജനസംഖ്യയിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. ഈ മുസ്ലിങ്ങൾക്ക് അവരുടേതായ വ്യക്തിത്വം എക്കാലത്തും പുലർത്താൻ, അത് ഉയർത്തിക്കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 11 പ്രവിശ്യകളുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത്. 5 പ്രവിശ്യകളുടെയും ഭരണം മുസ്ലിം ഭരണ നേതാക്കന്മാർക്കായിരുന്നു. മുസ്ലിം ഭരണാധികാരികളായിരുന്നു ഭരണം നിയന്ത്രിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ ആ ഭരണാധിപത്യത്തിൽ നിന്ന് മുസ്ലിങ്ങൾ കുറേശ്ശെ അകർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ചരിത്രകാരന്മാർ വികൃതമായി വിശേഷിപ്പിച്ചു. ഇടതുപക്ഷ വീക്ഷണമുള്ള ചരിത്രകാരന്മാർ മാത്രമാണ് ഇത് വർഗീയ കലാപമല്ല, ഇത് മാപ്പിളകലയല്ല, ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്, ഹിന്ദുത്വത്തിനെതിരായി നടന്ന സമരമാണ് 1921 മലബാർ കലാപമെന്ന് പറയാൻ ഇടതുപക്ഷ വീക്ഷണമുള്ള ചരിത്രകാരന്മാർക്ക് മാത്രമേ. അതിനുശേഷം പല സംഭവങ്ങളും ഇവിടെ നാട്ടിൽ വ്യക്തമായി സംസാരിക്കേണ്ട വേദിയല്ല എന്നതുകൊണ്ട് ഇന്നിവിടെ സമുദ്ഘാടനം ചെയ്യപ്പെട്ട മനോഹരമായ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാനും പ്രസിഡന്റും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമൊക്കെയായ ബഹുമാനനായ അൽഫ അബ്ദുൽ ഖാദർ ഹാജി, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയ നിധിയായ മഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ്ജി, അഭിവന്യ ഗുരുനാഥൻ മൗലാന മുഹമ്മദ് നൂഹ് അൽ ഖാസിമി, ബഹുമാന്യനായ തർജുമാനെ കേരള എന്നറിയപ്പെടുന്ന ഹുസൈൻ മൗലാന, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ചെന്നാൽ ഏതൊരു മുസൽമാനെയും ആകർഷിക്കുന്ന ഒന്നാണ് ഡൽഹി ജുമാ മസ്ജിദ്. അവിടെ പോയിട്ടുള്ള ആരും ആ ജുമാ മസ്ജിദിൽ കയറാതെയും 2 റക്അത്ത് നമസ്കരിക്കാതെയും പോന്നിട്ടുണ്ടാവില്ല. എന്നും വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്ന ജുമാ മസ്ജിദ്, ആ മനോഹരമായ ഇന്ദ്രപ്രസ്ഥത്തിലെ പള്ളി പണിതത് ഷാജഹാൻ ചക്രവർത്തിയാണ്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ഡൽഹി ജുമാ മസ്ജിദും ലാൽ കിലായും മുഖത്തോട് മുഖമാണ്, റോഡിനപ്പുറവും ഇപ്പുറവും. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്നുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ പതാക ഉയർത്തുന്ന, സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും പതാക ഉയർത്തുന്ന ചെങ്കോട്ട, ആ ചെങ്കോട്ട ഷാജഹാൻ ചക്രവർത്തിയുടെ കൊട്ടാരമായിരുന്നു. ചെങ്കോട്ടയും ജുമാ മസ്ജിദും ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചപ്പോ ആ ലാൽകിലായിലാണ് ലോകം ഇന്നും വിലമതിച്ചിട്ടില്ലാത്ത കോഹിനൂർ രത്നം ശിരസിൽ പതിച്ച മയൂര സിംഹാസനത്തിലിരുന്ന് ഷാജഹാൻ ചക്രവർത്തി ഭാരതം ഭരിച്ചത്. അദ്ദേഹം അതിന്റെ നിർമ്മാണ സമയത്ത് പ്രത്യേകം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. റോഡിനപ്പുറവും ഇപ്പുറവും മുഖാമുഖം നിൽക്കുന്ന ചെങ്കോട്ടയും ജുമാ മസ്ജിദും ചെങ്കോട്ടയിലെ മയൂര സിംഹാസനം സ്ഥാപിക്കുമ്പോ, ഭാരത ചക്രവർത്തിയുടെ സിംഹാസനം സ്ഥാപിക്കുമ്പോ അത് ജുമാ മസ്ജിദിലെ മിമ്പറിനേക്കാൾ ഒരു പടി താഴെയായിരിക്കണമെന്ന് ഷാജഹാൻ നിർദ്ദേശിച്ചു അത്രേ. ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കേൾക്കുന്നത് ബഹുമാനനായ നമ്മുടെ ഇന്നത്തെ പരിഭാഷകൻ ഹുസൈൻ മൗലാനയിൽ നിന്നാണ്. ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് അതിമനോഹരമായ ഒരു പള്ളി പണിതു. അദ്ദേഹത്തിന്റെ അന്നത്തെ പള്ളിയോട് കിടപിടിക്കുന്ന ഒരു പള്ളി ഇന്നും തെക്കേണ്ടിയിലില്ല. മനോഹരമായ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അള്ളാഹുവിന്റെ ഭവനം, ആ ഭവനം സുബഹി നമസ്കാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അക്കാര്യം
അതിന്റെ മുമ്പുള്ള ജുമാ നമസ്കാരത്തിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് സുബഹി നമസ്കാരത്തിന് പള്ളി ഉദ്ഘാടനം? അവിടെയാണ് ബഹുമാനനായ നൂഹ് മൗലാന പറഞ്ഞ ഇബാദത്തിന്റെ പള്ളിയുമായി ബന്ധപ്പെടേണ്ടതിന്റെ അനിവാര്യത നമുക്ക് മനസ്സിലാവുക. സഹോദരങ്ങളെ, സുബഹി നമസ്കാരത്തിന് ശ്രീരംഗപട്ടണത്തെ ആ മഹത് സൗധം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചു. മൈസൂരിലെ, കർണാടകത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ ഹാജരായി. നേതാക്കൾ മുഴുവൻ വന്നു. സുബഹി നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് നമസ്കരിച്ച് പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സമയത്ത് ടിപ്പു സുൽത്താൻ ഒരു പ്രഖ്യാപനം നടത്തി. പ്രായപൂർത്തിയായതിനു ശേഷം ഇന്ന് വരെ സുബഹി നമസ്കാരം ഖളാ ആകാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരണം, ഇമാമത്ത് നിർവഹിച്ച് ഈ പള്ളി ഉദ്ഘാടനം ചെയ്തു തരണം. ഒരാളും മുന്നോട്ട് വന്നില്ല. തികഞ്ഞ നിശബ്ദതയും മൗനവും മാത്രം. സഹോദരങ്ങളെ, അവസരത്തിൽ ആരുമില്ല എന്ന് കണ്ടപ്പോ മഹാനായ സയ്യിദ് ഷഹീദ് ടിപ്പു സുൽത്താൻ അദ്ദേഹം പ്രഖ്യാപിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രായപൂർത്തിയായതിനു ശേഷം ഇന്ന് വരെയും ഇനിയൊരു സുബഹി നമസ്കാരം പതായിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനതിന് അർഹനാണ്, എന്നാലും ഞാനത് നിർവഹിക്കുന്നില്ല. എന്റെ മന്ത്രി, എന്റെ പ്രധാനമന്ത്രി, അദ്ദേഹവും ഈ ഗണത്തിൽപ്പെട്ടയാളാണ്, സുബഹി ഖളാ ഇല്ലാത്ത ആളാണ്. ഞാൻ അദ്ദേഹത്തെ നമസ്കാരത്തിന് ക്ഷണിക്കുന്നുവെന്ന് ടിപ്പു സുൽത്താൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ നിമിഷം ആലോചിച്ച് നോക്കുക. അവരൊക്കെ രാഷ്ട്രം ഭരിച്ചവരാണ്, ഒരു സെക്കൻഡ് സമയമില്ലാത്തവരാണ്, തിരക്കുള്ളവരാണ്. ഒരു മഹാരാജ്യത്തിലെ ചക്രവർത്തിയായി വാഴുകയും ആ രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴത്തെ മന്ത്രിസഭ പോലല്ല, മുഴുവൻ തീരുമാനങ്ങളും എടുക്കുന്ന മഹാരാജാക്കന്മാരും ചക്രവർത്തിമാരും. അവർ അല്ലാഹുവിന്റെ ഭവനത്തോട്, അവിടെ ഉള്ള ഇബാദത്തിനോട്, ആ പള്ളിയുടെ മിമ്പറിനോട്, മിഹ്റാബിനോട്, പള്ളിയോട് കാണിച്ചിരുന്ന മഹത്വം, അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന അമർത്ത് ബഹുമാനം എത്രമാത്രമായിരുന്ന ചെയ്യുമാറാകട്ടെ. മഹാന്മാർ പറയുന്ന ഒരു നാട്ടിലെ വാട്ടർ ടാങ്കിന് തുല്യമാണ് പള്ളി. ഒരു വാട്ടർ ടാങ്കിൽ ആ നാട്ടിലെ ഓരോ വീടുകളിലേക്കും വെള്ളം ടാപ്പുകളിലൂടെ എത്തുന്നത് പോലെ അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ബറക്കത്ത്, അള്ളാഹുവിന്റെ നിയമത്തെല്ലാം പള്ളിയിൽ വർഷിക്കുന്നു, പള്ളിയിൽ നിന്ന് ഓരോ വീടുകളിലേക്ക് പോകുന്നു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട എല്ലാവരുടെയും സേവനം, അതിനെന്തെങ്കിലുമൊക്കെ ഇനി അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും കരുണാമയനായ റബ്ബ് തിരുത്തുകയും മാപ്പ് കൊടുക്കുകയും പൂർണ്ണമായി അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇവിടെ കിട്ടുമോന്ന് ആരാഞ്ഞത് ആദ്യം. ഇപ്പം സുലൈമാസായിട്ട് മാത്രം വന്നുകൊണ്ട് നമുക്ക് കാര്യമില്ല. മദ്രസ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് അന്ന് മുതൽ തെക്കാവ്, ഈ അവർ വെച്ചിരുന്ന തെക്കാവിൽ, ആ തെക്കാവിൻ്റെ പ്രശ്നത്തിൽ 8 പേർക്ക് സഫായിട്ട് നിസ്കരിക്കാം, ഒരു ഇമാമും, അത്രേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം മലയാള വർഷം 1104 വലിയ പള്ളി, ഒരു 200 ചില്ലുവാനും പേര് നിൽക്കത്തക്ക ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിച്ചിട്ടാണ് ഈ പള്ളി സ്ഥാപിച്ചത്. അങ്ങനെ 3 പള്ളിയിലും നമസ്കരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായാലും വളരെ അവൻ എത്ര സൂചിച്ചാലും മതിയാവും. പിന്നെ ഈ 2ാമത്തെ പള്ളി പൊളിക്കാൻ 4ാമത്തെ പള്ളി പൊളിച്ചതിന് ശേഷമാണ് ഈ പള്ളിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രസംഗ ശൈലിയിലൊന്നും അത്ര വശമില്ലെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. വേറെ വിശേഷമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. ഈ മഹത്തായ സദസ്സിൽ അല്പസമയം വന്ന് സംസാരിക്കുവാനും ബഹുമാനപ്പെട്ട സയ്യിദ് സാഹിബിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ ഏതാനും വാക്കുകൾ സംസാരിക്കാനും അവസരമുണ്ടായി. അൽഹംദുലില്ലാഹ്. ഒരു മസ്ജിദിൻ്റെ അങ്കണത്തിൽ അതിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒത്തുകൂടുന്ന സമയത്ത് ഈ സദസ്സിലാകെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഞാൻ സയ്യിദ് സാഹിബിൻ്റെ തന്നെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം, അതുകൂടി കേട്ടതിന് ശേഷം അല്പസമയം സംസാരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പോൾ സയ്യിദ് സാഹിബ് തന്നെയും ആഗ്രഹം പ്രകടിപ്പിച്ചു. സയ്യിദ് സാഹിബ് ഇവിടെ ഇത്രയും ദൂര സ്ഥലത്ത് നിന്ന് വന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സംസാരം
കുറച്ച് വിശദമായിട്ട് തന്നെ കേൾക്കാൻ അവസരമുണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ സമയത്ത് നിൽക്കുകയാണെങ്കിൽ സൈഡ് സാഹിബിനും അത് കൂടുതൽ സമയം എടുക്കാൻ ബുദ്ധിമുട്ടാകുമല്ലോ എന്നുള്ളൊരു സൈഡ് സാഹിബിനെ പറഞ്ഞു എന്നോട് 2 വാക്ക് സംസാരിച്ച് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാനങ്ങനെ. ബഹുമാനപ്പെട്ട സൈഡ് സാഹിബിൻ്റെയും ചുഴലി അതുപോലുള്ള നേതാക്കന്മാരുടെയും ഒക്കെ തന്നെ വളരെ വിപുലീകരിച്ച പ്രസംഗങ്ങളുണ്ടാകും. വർക്കല കഹാർ അടക്കമുള്ള ആളുകൾ ഇവിടെ സന്നിധരാണ്. കാഞ്ഞാർ ഉസ്താദ് അവറുകളടക്കം ധാരാളം ആളുകൾ ഇവിടെ സന്നിധരായിട്ടുണ്ട്. ഒരു മസ്ജിദിൻ്റെ അങ്കണത്തിൽ ഒത്തുകൂടുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാം, അല്ലാഹു തആല പള്ളിയോട് നമുക്കൊരു ആഭിമുഖ്യം ഉണ്ടാക്കി തരുന്നത് തന്നെ വലിയ ഖൈറായ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും ഈ ഭാഗങ്ങളിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രസ്ഥാനവുമായി രംഗം വളരെ സജീവമായ സ്ഥലമാണെങ്കിൽ പോലും സംഘടനാവൽക്കരണം വളരെ കൂടുതലായി തീർന്നിരിക്കുക. അതിൻ്റെ ഫലമായിട്ട് പള്ളികൾ തന്നെയും അങ്ങ് ഓരോ വിധത്തിലേക്ക് വിഭജിച്ച് പോവുകയാണ്. എന്നാൽ ഭാഗ്യവശാൽ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ അങ്ങനെ അപകടകരമായിട്ട് പ്രവണത കാണാൻ കഴിയുന്നില്ല. നല്ലൊരു സംഗതിയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മൾ, ഒരേ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന നമ്മൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളികൾ തന്നെയും ഓരോരുത്തരുടേതായി വേർതിരിച്ചു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അള്ളാഹുവിൻ്റെ ഭവനമാണ്. ഏത് ഭവനത്തിലും ഒരാൾക്ക്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഏതൊരു പള്ളിയിലും ധൈര്യമായി കയറി നമസ്കരിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമാണ് വേണ്ടത്. പിന്നെ നമുക്കെല്ലാം അറിയാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പള്ളിയായിരുന്നു എല്ലാത്തിൻ്റെയും കേന്ദ്രങ്ങൾ. നമുക്കിന്നെന്താ സംഭവിക്കുന്നത്? നമ്മൾ നിസ്കരിച്ച് ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുത്ത ഒക്ടോബർ 24 മണിക്കൂർ പള്ളി അതുപോലെ തുറന്നിട്ട് നിർത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇമാം ജമാഅത്തിന്റെ സമയം കഴിഞ്ഞാൽ പള്ളിയൊക്കെ പോകും. കാരണം എല്ലാവരും സംബന്ധിച്ചിടത്തും ജമാഅത്തായിട്ടുള്ള നിസ്കാരം അല്ലാതെ നിസ്കാരമില്ല എന്നുള്ള ഒരു സ്വഭാവത്തിലാണ് അവർ പള്ളിയെ കാണുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ കാര്യത്തിൽ വേണ്ടത്രയൊന്നും ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ ഓടി എങ്ങനെ ജമാഅത്ത് എത്താൻ സാധിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയുന്നത്ര ഇമാം ജമാഅത്തുമായിട്ട് നിസ്കരിക്കാനുള്ള തൗഫീഖിനെ നമുക്ക് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളിയായിരുന്നു എല്ലാത്തിൻ്റെയും സംഗതികൾ. അവരുടെ കുടുംബ പ്രശ്നമാകട്ടെ, അവരുടെ മറ്റ് സംഗതികളാകട്ടെ, അവരുടെ സാംസ്കാരികമായ കാര്യങ്ങളാകട്ടെ, أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا. الله تعالى في القرآن المجيد والفرقان الحميد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يأمر مساجد الله
من آمن باللہ والیوم الآخر وقام الصلاة وآتى الزکاة ومن یخش الا اللہ اولئک ان یکونوا من المہتدین صدق اللہ العظیم. مستقبل میرے مسلمان نوجوان بھائیوں اور اس کے ساتھ ساتھ اس بیت اللہ کی تعمیر میں دل نصاب نے بڑھ چڑھ کر حصہ لیا ہے اور ثواب کما لیا ہے، جنت میں ایک مقام کما لیا ہے، ان سب کو السلام علیکم ورحمۃ اللہ وبرکاتہ. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി മത്സര ബുദ്ധിയ പങ്കെടുത്ത ആളുകൾ ഈ സ്റ്റേജിലും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യരായ മഹത്വ मिल्लत के साथ सियासी रहनुमा पॉलिटिकल लीडर्स, लेकिन मैंने नाम नहीं लिया था. अभी मुझे बताया गया है कि मेरे पास जो तशरीफ फरमा है सियासी कायदीन हैं और ये हैं जनाब श्रीमान विजय कुमार MLA और मिस्टर कर रहा हूँ. സഹോദരന്മാരെ, എൻ്റെ അടുക്കൽ വാക്കുകളില്ല. ഞാൻ ബലഹീനനാണ്, ഒരു രോഗിയാണ്, ക്ഷീണിതനാണ്, പല നിലയിലും കഴിവില്ലാത്ത ആളുകളാണ്. അദ്ദേഹത്തിന് താഴ്മയുടെ പേരിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ അറിവില്ലാത്ത ആളാണെന്ന് ഞാൻ അദ്ദേഹത്തോട് നീതി പാലിക്കണമെന്നുള്ളതുകൊണ്ട് ആ വാക്കും കൂടി പറയുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാധുവായ എന്നെ തിരുവനന്തപുരം മണക്കാടിൽ നിർമ്മിതമായ തിരുവനന്തപുരം സെൻട്രൽ മസ്ജിദ് എന്ന ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കപ്പെട്ടു. ഞാനിവിടെ വന്നു, ആ കാര്യങ്ങൾ നിർവഹിച്ചു, നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. ഇത്ര മഹത്തായ ഒരു അനുഗ്രഹം ഈ സാധുവായ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നതിൽ അവന് വാക്കുകൾക്കതീതമായി ലക്ഷക്കണക്കായ സുജൂദുകൾ, സാഷ്ടാംഗ പ്രമാണം ഞാൻ അവതരിപ്പിക്കുകയാണ്. इसके साथ साथ मैं इस मस्जिद के सदर और सेक्रेटरी और मजलिस इंतजामिया का भी, आप तमाम का भी शुक्रिया अदा करता हूँ कि आपने मुझे एक इज्जत बख्शी, एक सादत बख्शी. और बहुत मुमकिन है कि मेरा ये मुक़द्दस काम, ये मुबारक काम, अल्लाह के घर का इफ्तिताह करने का काम, अल्लाह के घर के इफ्तिताह के वक्त पर एक तकरीर करने का काम, इफ्तिताही तकरीर, इससे अल्लाह के पास मेरी निजात हो जाए, इसके लिए आप तमाम दुआ फरमाएं. അതോടൊപ്പം തന്നെ ഞാൻ ഈ പള്ളിയുടെ കമ്മിറ്റിക്കാർക്കും പരിപാലകർക്ക്, അതിൻ്റെ ഔദ്യോഗിക പദവികളിലിരിക്കുന്നവർക്ക്, അതിലെ മെമ്പർമാർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അവർ എനിക്കൊരു അവസരം നൽകി ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുവാൻ, നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ. ഈ സാധുവായ ഞാൻ ചെയ്ത ഈ രണ്ട് കാര്യം എൻ്റെ പരലോക പ്രാപ്തിയുടെ വിജയത്തിന് വേണ്ടി ഒരു വലിയ അവസരവും ഹേതുവും കാരണവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വയോധികനിൽ നിന്നും സ്വീകരിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുകയാണ്. इसके साथ साथ अल्लाह रब्बुल इज्जत के बारगाह में दस्त पर दुआ हूँ कि अल्लाह रब्बुल इज्जत उन तमाम भाइयों को हर किस्म की नेमतों से नवाजे, उनकी उम्रों में बरकत दे, उनकी सेहत और तंदुरुस्ती दे, उनकी तिजारत में कामयाबी अता करे, जिन्होंने इस मस्जिद की तामीर में दामे दर में हिस्सा लिया है और यहाँ पर ऐसी बड़ी अजीमुशान मस्जिद खड़ा कर दी है, अल्लाह का घर खड़ा कर दिया है, जिसमें भाई वक्त 1500 फर्जंदान तौहीद भाई एक वक्त सर पर सजूद हो सकते हैं. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ നിലയിലും സഹകരിച്ച
നല്ലവരായ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഇരു കൈകളും ഉയർത്തി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഈ തിരുവനന്തപുരത്തിന്റെ നെഞ്ചത്ത്, ഇതിന്റെ ഈ ഹൃദയഭാഗത്ത് ഇത്ര മനോഹരമായ ഒരു പള്ളി, ഒരു സമയത്ത് ഏതാണ്ട് 1500ഓളം പേര് 1500ഓളം പേർക്ക് ഇമാമ ജമാഅത്തായി നിന്ന് നമസ്കരിക്കുവാൻ സൗകര്യവും അവസരവും ഉള്ള നിലയിൽ പടുത്തുയർത്തി അല്ലാഹുവിന്റെ വീട് അഭിമാനമായി തലയുയർത്തി നിർത്തുവാൻ ഏതെല്ലാം നിലയിൽ ആരെല്ലാം സഹകരിച്ചോ അവർക്കെല്ലാം നീ കൃപ ചെയ്യണമേ പടച്ചവനെ, അവർക്കെല്ലാം നീ അനുഗ്രഹം ചെയ്യണമേ പടച്ചവനെ, അവരുടെ ഈ സേവനങ്ങളെ നീ കബൂലാക്കണമേ പടച്ചവനെ, അവരുടെ തൊഴിലുകളിലും കച്ചവടത്തിലും കൃഷിയും ഉദ്യോഗത്തിലും എല്ലാം വരുമാനങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണമേ പടച്ചവനെ, ഐശ്വര്യം ചെയ്യണേ പടച്ചവനെ. ഇതിലെല്ലാത്തിനേക്കാളും ഉപരിയായി ഈ പള്ളി എന്നുള്ള നിലയിൽ അതിന്റെ ഐശ്വര്യങ്ങളെല്ലാം സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി അതിനെ നിലനിർത്തുവാനും പരിപാലിക്കുവാനും അവർക്കെല്ലാം നീ തൗഫീഖ് ചെയ്യണമേ പടച്ചവനെ എന്ന് ഇരു കൈകളും ഉയർത്തി ജഗന്യന്താവായ അല്ലാഹുവിനോട് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. मगरिब की नमाज से पेशतर उलमा किराम की तकरीरें सुनी हैं. आपको अच्छी तरह महसूस हुआ होगा, आपने समझ लिया होगा कि दुनिया में मस्जिद की तामीर से ज्यादा कोई मुक़द्दस, कोई मुबारक काम नहीं. मगरिब अल्लाह के घर के तामीर के सिवा और कोई मुक़द्दस और मुबारक काम नहीं है. लाख काम कर लें आप दूसरे सारे के सारे, लेकिन कभी इस काम का मुकाबला नहीं हो सकता जो अल्लाह की तामीर का मामला है, अल्लाह के घर की तामीर का मामला. മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് പണ്ഡിത കേസരികളായ ധാരാളം മഹത്തുക്കളോട് സംസാരിക്കുകയുണ്ടായി. അവർ പള്ളി നിർമ്മാണത്തിനെ സംബന്ധിച്ച് അത് അള്ളാഹുവിന്റെ പക്കൽ എത്ര ഉയർന്ന കാര്യമാണ് എന്നുള്ളത് സവിസ്തരം പ്രതിപാദിച്ചു. അത് നിങ്ങൾ ചില മിനിറ്റുകൾക്ക് മുമ്പ് കേട്ടതേ ഉള്ളൂ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ വാക്കുകളെല്ലാം ഇപ്പോഴും അലയടിക്കുന്നുണ്ടാകും. അവർ പറഞ്ഞു, ഞാനും പറയുന്നു, ഈ ഭൂമുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവന നിർമ്മാണത്തിനേക്കാൾ ഉയർന്ന ഒരു പുണ്യമായ കാര്യം ഇല്ല തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല. ആ വാക്കുകൾ അതേപടി ഞാനിവിടെ ആവർത്തിച്ചു പറയുകയാണ്. अल्लाह रब्बुल इज्जत ने भी अपने कुरान मजीद में बार बार इरशाद फरमाया है कि जहां तक मस्जिद का ताल्लुक है वो मेरे लिए, उनके लिए अल्लाह ने अभी एक घर तैयार कर दिया है. यहाँ से रुखसत होंगे तो वहां पर जाकर जन्नत फिरदौस में उस मकान में दाखिल हो जाएंगे. क्या शर्फ अदा किया, क्या इज्जत अदा की, क्या बुलंद मकाम अदा किया अल्लाह इज्जत ने इस मस्जिद के बैतुल्लाह के बनाने वालों का. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ശരീഫിൽ പല പ്രാവശ്യം അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളും ധാരാളമായി ആ വഴിയിൽ നമുക്ക് കാണാം. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു പള്ളിയുടെ, ഒരു വീട്ടിന്റെ നിർമ്മാണത്തിൽ കൂടി, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ കൂടി അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ അവൻ എത്തിച്ചേരുക എന്നതും നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും അവൻ ഒഴിവാക്കപ്പെടുക എന്നുള്ളതുമാണ്. ഇതിനേക്കാൾ ഉയർന്ന ഒരു ആഗ്രഹമോ ഉപരിയായ ഒരു കാര്യമോ അതേപോലെ കിട്ടാവുന്ന ഒരു സൗഭാഗ്യമോ ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് വേറെ ഇല്ല, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാവുന്ന, അവന് ചെയ്യാവുന്ന, അവന് നേടിയെടുക്കാവുന്ന, അവന്റെ സകല വിജയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ കാര്യമാണ് പള്ളിയുടെ നിർമ്മാണം എന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച ഒരു നബിവചനം എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ ബഹുമാന്യനായ മൗലാന നൂഹ് സാഹിബ് അവർ പറയുകയുണ്ടായി, മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഭവനം, ഒരു പള്ളി ഈ ഭൂമിയിൽ ആരെങ്കിലും നിർമ്മിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന് സ്വർഗത്തിലൊരു ഭവനം പടുത്തുയർത്തുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഈ ഹദീസിന്റെ താല്പര്യവും സാധ്യവും അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പള്ളി നിർമ്മിക്കുക, അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുടെ ഭാഗമാക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് ജന്നത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് അലങ്കരിച്ച് ഇവനെ കാത്ത് ആ ഭവനം കഴിഞ്ഞുകൂടും. ഇവന് മരണമെന്ന ഒന്ന് സംഭവിച്ചാൽ ആ മരണത്തിന്റെ വാതിൽ ഇവൻ അങ്ങോട്ട് കടന്നു കയറി കഴിഞ്ഞാൽ പിന്നീട് അവൻ ആ സ്വർഗപ്രവേശനമായിരിക്കും ലഭ്യമാവുക എന്ന് ഈ ഹദീസിൽ കൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. പ്രിയമുള്ളവരെ, നമുക്കൊരു മുഅ്മിനിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു ആഗ്രഹം എന്താണ്? ഇതിനേക്കാൾ വലിയൊരു നേട്ടം എന്താണ്? ഇതിനേക്കാൾ വലിയൊരു സമ്പാദ്യം എന്താണ്? ഇതിനേക്കാൾ വലിയൊരു വിജയം എന്താണ്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഇതിനപ്പുറത്തേക്ക് വേറൊന്നും അവന് കരകതമാകാനില്ല. അത്ര മഹത്തരമായ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഒരു ഭവനം നിർമ്മിതമാവുക, നിർമ്മിക്കുക, അതിൽ പങ്കാളികളാകുക, ആ സേവനത്തിന്റെ ഉടയവരായി മാറുക, അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരുടെ പട്ടികയിൽ അത് മുഖേന ചെന്നു ചേരുക എന്നുള്ളത് എന്ന് ഈ പള്ളിയുടെ നിർമ്മാണത്തിന്റെ ആകെ സത്യാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. उसने हमें पैदा किया, अशरफुल मखलूक बनाकर पैदा किया. जितने भी मखलूक हैं साथ बताने वाला जो आपके लौटने की जिंदगी के उस पर मुनसर है, इसका अच्छी तरह अंदाजा होना चाहिए. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഴുവൻ ചരാചരങ്ങളുടെയും ഉടമസ്ഥനാണ്. അതിന്റെ റബ്ബാണ്, പരിപാലകനാണ്. അതിന്റെ ഖാലിഖാണ്, സൃഷ്ടാവാണ്. അതിനെ സംരക്ഷിക്കുന്നവനാണ്. ഈ സൃഷ്ടികളെല്ലാം അല്ലാഹുവിന്റെ വകയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയവനും ഇതിനെയൊക്കെ പരിപാലിച്ചു കൊണ്ടിരുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അങ്ങനെ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു? അഷ്റഫുൽ മഖ്ലൂഖായിട്ട് സൃഷ്ടിച്ചു. അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠമായവൻ, ഏറ്റവും അഭിമാന്യൻ, ഏറ്റവും ഖേമമായവൻ, എല്ലാ നിലയിലും ഉന്നതൻ, ഈ പദവികൾ നൽകിയ സകല സൃഷ്ടികളെക്കാളും മാന്യനായ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അങ്ങനെ ഈ മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മഹത്വം നമുക്ക് നൽകി അനുഗ്രഹിച്ചു. അത് നമുക്ക് സ്വയം അഭിമാനിക്കാനുള്ളതാണ്. അത് നമുക്ക് മാത്രം അഭിമാനിക്കാനുള്ളതാണ്. വാസ്തവത്തിൽ നമ്മുടെ അഭിമാനത്തിന്റെ ആകെ തുകയും അക്കാര്യമാണ്. അതെന്താണെന്ന് അറിയുമോ? നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മൗലാന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ പെടുത്തി അനുഗ്രഹിച്ച് ഖൈറ ഉമ്മത്ത്, ഏറ്റവും ഉത്തമമായ സമൂഹം, ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹമെന്ന് അല്ലാഹു നമുക്ക് നാമകരണവും നൽകി നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് ഇഹലോകത്തും പരലോകത്തും അഭിമാനകരമായ ഒരു ഗരിമ, നമുക്ക് സ്വന്തമായ ഒരു ഗരിമ, മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു ഗരിമ, മറ്റാർക്കും സ്വന്തം കൊണ്ടാടാൻ പ്രിയമുള്ളവരെ അർഹതയില്ലാത്ത ഒരു ഗരിമ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചു. ആ ഗരിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോ സത്യവിശ്വാസിയും അവന്റെ നെഞ്ചിന്റെ ഉള്ളിൽ കരിങ്കല്ലിനേക്കാൾ കടുപ്പത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഗരിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഈ ഭൂമുഖത്ത്, ഈ ആകാശത്തിന് താഴെ, ഈ ഭൂമിക്ക് മുകളിൽ, ഈ പാരാവാര സമുദ്രങ്ങളുടെ കരകളിൽ, സമുദ്രത്തിന്റെ ഉള്ളിൽ, പ്രിയമുള്ളവരെ, ആകാശഭൂമികളിൽ ഉൾക്കൊള്ളുന്ന സൂര്യചന്ദ്രനാദി നക്ഷത്രാദികളുടെ എല്ലാ പ്രഭകളും വിശേഷങ്ങളും ഗുണങ്ങളും വെളിച്ചവും എല്ലാം കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരാശിയിൽ ഒരേ ഒരു സമൂഹം മാത്രം വിശ്വസിക്കുന്ന ഗരിമ, ഒരേ ഒരു സമൂഹം മാത്രം ഉരുവിടുന്ന ഗരിമ, ഒരേ ഒരു സമൂഹം മാത്രം അവന്റെ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിച്ച് അവൻ കൊണ്ടുനടക്കുന്ന ഗരിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതവന്റെ നെഞ്ചിന്റെ അലങ്കാരമാണ്, ഇതവന്റെ അഭിമാനത്തിന്റെ അലങ്കാരമാണ്, ഇതവന്റെ ജീവിതത്തിന്റെ പ്രിയമുള്ളവരെ കിരീടമാണ്. അവൻ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ഗരിമയിൽ നമ്മളെ വിശ്വസിപ്പിച്ച് ആ ഗരിമയിൽ കൂടി ഒരു വലിയ ചുമതല, ഒരു വലിയ ഉത്തരവാദിത്വം അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചു. അതെന്താണെന്ന് അറിയുമോ? എന്താ ഒരു മുഅ്മിനെ സംബന്ധിച്ചുള്ള കടമ? രണ്ട് കടമയാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഉള്ളത്. അതിൽ ഒരു കടമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ്, അവന്റെ വഹ്ദാനിയത്തിലുള്ള വിശ്വാസമാണ്. രണ്ടാമത്തെ കടമ എന്താണ്? റിസാലത്ത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പ്രവാചകത്വത്തിലുള്ള വിശ്വാസമാണ്. ഇത് രണ്ടിനെയും ആധാരമാക്കിയാണ് അള്ളാഹുവിന്റെ ഏകത്വത്തിലും പ്രവാചകത്വത്തിലുമുള്ള വിശ്വാസത്തെ ആധാരമാക്കിയാണ്, അടിസ്ഥാന ശിലയാക്കിയാണ് ഒരു സത്യവിശ്വാസിയുടെ ചിത്രമായതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നാം കടപ്പെട്ടവരാണ്. ഇത് നമ്മുടെ മര്യാദയുടെ വകവെപ്പിന്റെ അങ്ങേയറ്റത്തെ കാര്യമാണ് പ്രിയമുള്ളവരെ. എന്നാൽ ഇതിനിടയിൽ അടിവരയിട്ട് നാം ഒരു കാര്യം മനസ്സിലാക്കാറുണ്ട്. ഒരു പ്രത്യേക കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിന് നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഇവർക്കെല്ലാം വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടു, ശരിയാണ്. ഇവർക്കെല്ലാം ഏടുകൾ നൽകപ്പെട്ടു, ശരിയാണ്. അതേപോലെ ഇവർക്കെല്ലാം മറ്റു പല പുണ്യഗ്രന്ഥങ്ങളും വിശ്വസിക്കുന്നവരുടെ താല്പര്യമനുസരിച്ചുള്ള പുണ്യഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം ശരിയായ കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് അന്ത്യപ്രവാചകനായി വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും അവസാനത്തെ കിതാബായി അവതരിപ്പിക്കപ്പെട്ടത് പരിശുദ്ധമായ ഖുർആൻ ശരീഫാണ്. നബി തങ്ങളുടെ വരവോടുകൂടി മുൻകഴിഞ്ഞു പോയ എല്ലാ മെസഞ്ചേഴ്സ്, അതായത് പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ എല്ലാം അവർ കൊണ്ടുവന്ന വഴി അതോടുകൂടി ലാപ്സായി പോയി, അതോടുകൂടി തീർന്നുപോയി. അതിനു മുമ്പ് ഖുർആനിന്റെ അവതരണത്തോടുകൂടി അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട, സ്വീകരിക്കപ്പെട്ട, ഉൾക്കൊണ്ട എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും എന്തായി പോയി, നിലനിൽപ്പ് അവസാനിപ്പിച്ചു പോയി. അതിൽ മാറ്റലുകൾ വന്നു പോയി, അതിൽ തിരുത്തലുകൾ വന്നു പോയി, കൂട്ടലുകളും കുറയ്ക്കലുകളും കയ്യേറ്റങ്ങളും ഒക്കെ അതിനകത്ത് പലതിലും നടന്നുപോയി. അങ്ങനെ അതെല്ലാം അർത്ഥവത്തായ പദവിയിൽ നിന്ന് അന്തസ്സിന്റെയും അതേപോലെ മറ്റു നിലയിലുള്ള പദവികളിൽ നിന്ന് അതുപോലെ വ്യതിയാനമെന്ന് സംഭവിക്കുകയും ചെയ്തു. ഇതിന്റെ എല്ലാം സാഹചര്യത്തിൽ അവസാന ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അത് എങ്ങനെ ഇറങ്ങിയോ അതേ രീതിയിൽ അത് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നു. അതിന് വള്ളിക്കോ പുള്ളിക്കോ അക്ഷരങ്ങൾക്കോ യാതൊരു മാറ്റവും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. मुख्तलिफ मज़ाहिब से ताल्लुक़ रखते हैं, मुख्तलिफ ज़बानें बोलने वाले हैं, मुख्तलिफ कल्चर्स को मानने वाले हैं, तहज़ीब व तमद्दुन, और मुख्तलिफ रस्म व रिवाज के क़ाइल है. ये इख्तिलाफ़ात हैं और ये दिमाग പാകിസ്ഥാനിൽ കാണാൻ കഴിയുകയില്ല, അമേരിക്കയിൽ കാണാൻ കഴിയുകയില്ല, ബ്രിട്ടനിൽ കാണാൻ കഴിയുകയില്ല. ഈ ഭൂമുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏക രാഷ്ട്രം, അത് കാണാൻ കഴിയുന്ന ഏക രാജ്യം നമ്മുടെ എല്ലാം മാതൃഭൂമി, ജന്മഭൂമിയായ മഹത്തായ ഇന്ത്യയാണ്. ഈ ഇന്ത്യയെ നമുക്ക് കാണാൻ കഴിയുക, ഒരിടത്ത് കാണാൻ കഴിയില്ല. അതെന്താണെന്ന് അറിയുമോ? അത് ഈ മഹാരാജ്യം സകല സർവമതങ്ങളുടെയും സർവ സംസ്കാരങ്ങളുടെയും കേന്ദ്രമായ ഒരു പൂച്ചട്ടാണ്. ഇവിടെ മുസൽമാൻ മാത്രമല്ല ഉള്ളത്, ഹൈന്ദവർ മാത്രമല്ല ഉള്ളത്, ക്രൈസ്തവരുണ്ട്, സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്, ജൈനമതക്കാരുണ്ട്, അതേപോലെ വ്യത്യസ്തമായ സിഖുകാരുണ്ട്. വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത വിശ്വാസങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, ഇതെല്ലാം വെച്ചു പുലർത്തുന്ന ആളുകൾ സമ്മിശ്രമായി ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ സമ്മിശ്രത വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരാണ് ഇന്ത്യ എന്ന ഈ രാജ്യം. അതുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മതവിശ്വാസിയും ആരുമായിക്കൊള്ളട്ടെ ഒരു കുഴപ്പമില്ല. അവരെല്ലാവരും മനസ്സിലാക്കണം, നാം ഈ രാജ്യത്തെ എല്ലാ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം മാനിക്കാൻ ബാധ്യസ്ഥരാണ്. अभी क्या हुआ? मिशनरी समर्सी, मिशनरी समर्सी, मदर तेरेसा के मिशनरी कहना वलमनाट क्या होता है? 2 मरतबे अनाथ पर हमले होते हैं और तब उनके जख्मी किया जाता है और उनकी हिस्से से खेलने की कोशिश की जाती है. सब कुछ होता है लेकिन आज तक कोई गिरफ्तार नहीं हुआ. क्या करे पुलिस? हिंदुस्तान में फसादात से मैं मानता हूँ, क्योंकि वहाँ की हुकूमत भी नाकारा हुकूमत थी, कानून की हुकूमत में रही, जनता भी रही, सारे के साथ रहे, लेकिन मुसलमान से इंसाफ नहीं हुआ और फसादात नहीं रुके. और फिर जब आ गई फैसिस्ट हुकूमत बीजेपी की, तो सबसे ज्यादा कत्ल गरत गई काफी गुजरात में हुई. गुजरात में हुई सबसे ज्यादा, अहमदाबाद में हुई, सूरत में हुई सबसे ज्यादा,
क्या ये मुल्क के लिए शान बात है? പിന്തുണയുമായിട്ട് പോയാൽ ശരിയാവുകയില്ല. കാരണം എന്താണ്? ഇത് നമ്മുടെ ഒരു പള്ളിയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് പള്ളിക്ക് സംഭവിച്ചാൽ നാളെ ക്ഷേത്രത്തിന് സംഭവിക്കാം, നാളെ ഗിരിജകൾക്ക് സംഭവിക്കാം, നാളെ മറ്റ് ദേവാലയങ്ങൾക്കും ഗുരുദ്വാരകൾക്കും സംഭവിക്കാം. എല്ലാവരുടെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രിയമുള്ളവരെ പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രതികരിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് വെറുപ്പ് വന്നു തുടങ്ങി. ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു? നാം അതിന്റെ പ്രതികരണം കണ്ടു. ജനം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ജനം സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 50 കൊല്ലമായി മഞ്ചേരി ഞങ്ങളുടെ കയ്യിലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജനം ഉണർന്നു തുടങ്ങി. അവർ സത്യത്തിൽ നേരെ കണ്ണു തുറന്നു തുടങ്ങി. അവർ കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി. സമുദായത്തിന് ഗുണം ആർക്കൊണ്ടാണ് സമുദായത്തിന് ഗുണമുണ്ടാകുന്നതെന്ന് അവർ ചിന്തിക്കുവാനും മനസ്സിലാക്കാൻ തുടങ്ങി. നമുക്ക് നീതിയാണ് ആവശ്യം. ആ നീതി എല്ലാവർക്കും സമമായ നീതിയായിരിക്കണം. എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ മതസ്ഥാപനങ്ങൾക്കും ഇത് നാം ആഗ്രഹിക്കുന്നു, പറയുന്നു. ഇതാണ് നാം സ്വാതന്ത്ര്യത്തിൽ പോരാടിയ ലക്ഷ്യവും. ये अच्छे जानना चाहिए। हम मोहब्बत करते हैं वतन से, इसलिए हम उनके वफादार हैं। और क्योंकि अल्लाह से मोहब्बत करते हैं, अल्लाह के खानों बंद करते हैं, अल्लाह वफादार है। ये बात है, इसमें टकराव नहीं। लेकिन एक बात है, मुल्क के वफादारी का मतलब हुकूमत की वफादारी नहीं। ये दो अलग चीज़ें हैं। मुल्क से वफादार होना चाहिए, हमें अल्लाह के वफादार होना चाहिए। इससे बढ़कर क्या है? अल्लाह रब्बुल इज्जत का पूरा ईमान अल्लाह पर होना चाहिए, पूरा ईमान अल्लाह पर होना चाहिए, पूरा इन्हिसार अल्लाह पर होना चाहिए। लेकिन एक बात है, मुल्क से वफादारी का मतलब हुकूमत से वफादारी नहीं है। मुल्क से हम वफादार रहेंगे, लेकिन जब तक हुकूमत इंसाफ करेगी, जुल्म गैरतगरी नहीं होगी, सबके बराबर सलूक किया जाएगा, हम उस हुकूमत वफादार रहेंगे। अगर जबर होता है, गैरतगरी होती है, नाइंसाफी होती है, तो हम इनका साथ नहीं दे सकते, उनका वफादार नहीं रह सकते। अब क्या हो रहा है? रिजर्वेशन के बात में क्या हो रहा है? मैं तफसील में जाना नहीं चाहता। रिजर्वेशन नरेंद्रनाथ कमीशन रिपोर्ट है, 3 साल हो गए पेश होकर, 2002 में पेश हुई, असेंबली में पेश हो गई। वादा किया गया कि इम्प्लीमेंटेशन किया जाएगा, उस पर अमल किया जाएगा, लेकिन कुछ नहीं। स्पेशल रिक्रूटमेंट की बात है, 18,000 बैकवर्ड क्लास जॉब्स नहीं मिलते, गरीब भूखे मर रहे हैं। उसमें 7-8 मुसलमान हैं, उसमें लैटिन क्रिश्चियंस हैं। इंसाफ नहीं होता, अमल नहीं होता। वो रिपोर्ट जो है अलमारी में बंद है, असेंबली का अलमारी बंद है, ऊपर से इम्प्लीमेंटेशन नहीं। वादे किए जाते हैं, पूरे नहीं किए जाते। तो ऐसी हुकूमत का क्या भरोसा हो सकता है? ये बात सी तरफ से बात यकीन कर लीजिए, इस पर अमल कीजिएगा। समझ कर इंसाफ होता है, मुल्क के वफादार, इंसाफ नहीं होता, हुकूमत वफादार नहीं हो सकते। मुल्क की वफादारी अलग है, हुकूमत वफादारी अलग है, दोनों मिलाना नहीं चाहिए। സഹോദരന്മാരെ, നാം മുസ്ലിമീങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞു വന്നത്. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാൻ നോക്കാം. അതായത് നാം മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില കടമകളുണ്ട്, ചില കടപ്പാടുകളുണ്ട്. ആ കടമകളും കടപ്പാടുകളുമെല്ലാം നാം വളരെ കൃത്യമായി നിർവഹിക്കണം. വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് കടമയാണ്. ഒരു മുസൽമാന്റെ വിശ്വാസത്തിൽ അത് ഉൾക്കൊണ്ട കാര്യമാണ്, അവന്റെ സംസ്കാരത്തിൽ ഉൾക്കൊണ്ട കാര്യമാണ്. അതിൽപ്പെട്ട പരമപ്രധാനമായ ഒരു കാര്യമാണ് ഈ രാജ്യത്തോട് നാം കൂറുള്ളവരായിരിക്കുക. രാജ്യത്തോട് നാം കൂറുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? രാജ്യത്ത് നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ടി ആര് ശ്രമിക്കുന്നോ ആ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും തിരക്കേടില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ രാജ്യത്തിന് ഒരു ആപത്ത് വരുത്തി വയ്ക്കാവുന്ന ഒരു സാഹചര്യവും നാം മുഖേന ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലുള്ള ആപത്തും നാം മുഖേന ഈ രാജ്യത്തിന് വരരുത്. ഇവിടുത്തെ ഐക്യത്തിനോ വാക്കുകൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത് 1-2 കാര്യങ്ങളാണ്. നാം ഈ രാജ്യത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ ഹൈന്ദവ സഹോദരങ്ങളും ഇവിടുത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സഹോദരങ്ങളും, ഈ 2 സമൂഹത്തിനിടയിൽ യോജിപ്പുണ്ടാകണം, ഐക്യമുണ്ടാകണം.
അടുപ്പമുണ്ടാകണം, സ്നേഹമുണ്ടാകണം, പരസ്പര ബന്ധങ്ങളും അതേപോലെ തന്നെ പരസ്പരമായ കൂറുകളുമെല്ലാം ഉണ്ടാകുക എന്നുള്ള വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് സംശയങ്ങളൊക്കെ നീക്കിക്കളഞ്ഞുകൊണ്ട്, ഭയപ്പാടുകൾ നീക്കിക്കളഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങൾ ഒന്നിച്ചൊന്നായി പ്രിയമുള്ളവരെ ഒരേ കൂറിലൂടെ ഒരേ വിചാരത്തോടെ ജീവിക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടാകണം. മുസ്ലിമാനെന്നുള്ള നിലയ്ക്ക് മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നാട്ടിൽ ഉണ്ടാകുവാൻ വേണ്ടി പരിശ്രമിക്കുക, പാടുപെടുക, തങ്ങളുടെ കടമകൾ നിർവഹിക്കുക. അങ്ങനെ നിർവഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നല്ല ഉത്തമ പൗരന്മാരായി, മാതൃകായോഗ്യരായ പൗരന്മാരായി ജീവിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെയും ആവശ്യമാണ്. മുസ്ലിമീങ്ങൾ നല്ല ഒരു മുസ്ലിം, ഒരു പക്ക ഒരു മുസ്ലിമായി മൂമിനായി ജീവിച്ചുകൊണ്ട് മാതൃകായോഗ്യനായ മുസൽമാനായി ജീവിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ മാതൃകാപരമായ ഒരു പൗരനായും ജീവിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളുമായി അടുപ്പത്തിലും സ്നേഹത്തിലുമെല്ലാം കഴിയുക. മറുഭാഗത്തു നിന്നും നമ്മുടെ സഹോദര സമുദായത്തിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെ ഹിന്ദു മുസ്ലിം ഭായി എന്നുള്ള നിലയിൽ ഹിന്ദു മുസ്ലിം സഹോദരന്മാരാണ് എന്നുള്ള ഒരവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടായിത്തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതാണ് വേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി പാടുപെടണം. ഇത് മുസൽമാൻ എന്നുള്ള നിലയ്ക്ക് കടമയായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിന്റെ രക്ഷ. അങ്ങനെ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ വലിയ അപകടത്തിലേക്കായി പോകും. നാം ഇത് അഹമഹമകയ തയ്യാർ ചെയ്യാൻ മനസ്സാണ്, ചെയ്യുകയും ചെയ്യും, ചെയ്തുകൊണ്ടുവരിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾ അവരുടെ കടമ നിർവഹിക്കുകയാണെങ്കിൽ അവർക്ക് ഇനിയും ഈ രാജ്യം ഏറെക്കാലം ഭരിക്കാൻ കഴിയും. അത് മനസ്സിലാക്കി, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർ ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവർ ചെയ്തു വെക്കുന്നതിന്റെ തിക്തഫലം അവർ തന്നെ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യും. അത്ര ഒരവസ്ഥ ഉണ്ടാകാതെ ഈ നാട്ടിൽ ഭരണാധികാരികളിൽ നിന്ന്, ഭരണരംഗത്ത് നിന്ന്, ഭരണവർഗത്തിൽ നിന്ന് നീതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇതാണ് രാജ്യസ്നേഹത്തെ പറ്റിയും ഈ രാജ്യത്തെ ഐക്യത്തെ പറ്റിയും എനിക്ക് നൽകാനുള്ള സന്ദേശം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് മൗലാന പറഞ്ഞതുപോലെ പള്ളി നിർമ്മിച്ചു. പള്ളി നിർമ്മിക്കുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ആ പള്ളിയെ നമസ്കാരം, ഇബാദത്ത്, അള്ളാഹുവിന്റെ ദിക്ർ, ഖുർആൻ ശരീഫിന്റെ പാരായണം, തഖ്വയുടെ കേന്ദ്രമാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഒരു ഭാരിച്ച ചുമതലയാണ്, വലിയ ഒരു ഉത്തരവാദിത്വമാണ്. ആ കർത്തവ്യം നാം നിർവഹിച്ചേ പറ്റൂ. കാരണം എന്താണെന്നറിയുമോ? പള്ളികൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഗേഹങ്ങളാണ്, അനുഗ്രഹം വർഷിക്കുന്ന ഗേഹങ്ങളാണ്. ആ പള്ളികളിൽ കൂടി എന്ത് ചെയ്യുന്നു? അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ട് നാട്ടിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു എന്നാണ് പ്രിയമുള്ളവരെ ദീനിൽ പറയപ്പെട്ടിട്ടുള്ളത്. അവിടെ അത്തരത്തിലുള്ള ഒരു പള്ളിയാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി നാം പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും അഭിപ്രായപരമായും ആരാരെല്ലാം പാടുപെട്ടോ കഷ്ടപ്പെട്ടോ അവർ വിചാരിച്ച ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ. അവർക്ക് അതിന്റെ പ്രതിഫലവും കിട്ടുകയുള്ളൂ. വിശേഷിച്ച് മഹത്തായ റമദാൻ മാസം വരികയാണ്. ഈ റമദാൻ മാസം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന മാസമാണ്. പ്രിയമുള്ളവരെ, ഈ റമദാൻ മാസത്തിൽ കൂടി ഈമാനികമായി, ഇബാദത്ത്പരമായി, മറ്റു വേണ്ടപ്പെട്ട നല്ല കാര്യങ്ങൾ പരമായി എല്ലാം നാം ഉൾക്കൊള്ളുന്ന പ്രചോദനം നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി കാലങ്ങളും നിലനിർത്തണം. അങ്ങനെ ഈ പള്ളി അള്ളാഹുവിന്റെ ഭവനം, ഇത് ഖുർആൻ ഷരീഫ് അവതീർണമായ മാസമാണ്. എല്ലാ നിലയിലും അനുഗ്രഹീതമായ റമദാൻ ഇതാ നമ്മുടെ പഠിക്കൽ വന്നെത്തിക്കഴിഞ്ഞു. അതേപോലെ ഒരു പുതിയ അള്ളാഹുവിന്റെ ഒരു ഭവനം നമുക്ക് വേണ്ടി നിർമ്മിച്ച് അഴകായി മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം നമുക്കിതാ തുറക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് ഉണ്ടാക്കപ്പെട്ട ഈ ഭവനത്തിൽ നിന്ന് റഹ്മത്ത് നമുക്ക് വിതരണം ചെയ്യപ്പെടണമെങ്കിൽ അള്ളാഹു റഹ്മത്ത് നമുക്ക് കിട്ടാൻ പര്യാപ്തമായ കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ നാം ചെയ്യണം. ഇൻഷാ അല്ലാഹ് ചെയ്യുമല്ലോ, ഇല്ലേ? അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നസീബാക്കി തരുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.